ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓട്ടട ചട്ടി ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സാധാ ദോശ പാനിൽ വെച്ച് തന്നെ നമുക്ക് ഓട്ടട തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഓട്ടട തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി അതിലോട്ട് 2 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. 2 കപ്പ് മൈദയ്ക്ക് 2 മുട്ട വീതമാണ് ഇതിൻ്റെ അളവ്. ഞാനിവിടെ 2 കപ്പ് മൈദയും 2 കോഴിമുട്ടയും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട ശേഷം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു സ്പൂണ് വെച്ച് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേറൊരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തരി ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ദോശപ്പാൻ വെച്ച് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ദോശപ്പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായ ശേഷം ഒരു തവി മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരുപാട് കട്ടി വേണ്ട എന്നുള്ള രീതിയിൽ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഓട്ടട എന്ന് പറയുമ്പോൾ അത് ചുറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബബിൾസ് വന്ന ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതാ നമ്മുടെ ഓട്ടട ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബബിൾസ് വരയണം. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ചുട്ടെടുത്തത്. നമുക്ക് ഓട്ടട എന്ന് പറയുമ്പോൾ ചുറ്റിക്കരുത്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് കട്ടിയിൽ കാണുമ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനൊന്ന് ചുറ്റിച്ചെടുത്തത്. ഇതേപോലെ നന്നായി ഒന്ന് ബബിൾസ് വന്ന ശേഷം മാത്രമാണ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡിയായി കിട്ടും. നമ്മുടെ മൺചട്ടിയിൽ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ ഓട്ടടയ്ക്കും ഉണ്ടാവും. മൺചട്ടിയിലാകുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എന്നുള്ള മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ഞാനിതാ ഓരോന്നായിട്ട് ഇവിടെ നിന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മൺചട്ടി ഇല്ലെങ്കിലും ഓട്ടട തയ്യാറാക്കാനായിട്ട് ഇനി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ചുറ്റിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ചുറ്റിക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൺചട്ടിയിൽ തയ്യാറാക്കുന്ന അതേ രീതിയിലുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്ടടക്ക് പിന്നെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതെ, നമ്മുടെ തേങ്ങാപ്പാൽ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടടയിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ തേങ്ങാപ്പാൽ തന്നെ വേണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലും അറിയിക്കാനും മറന്നേക്കരുത്. നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രചോദനം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.